ജിമ്മിന് പോയിട്ട് 100 കിലോ ഡംബൽസ് എഴുതി മസിൽ പെരുപ്പിക്കുന്ന ശക്തനേക്കാളും ഏറ്റവും വലിയ ശക്തനാരെന്നറിയോ? വെറും 2 കിലോ പോലും തൂക്കമില്ലാത്ത ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, ബ്ലാങ്കറ്റ് പൊക്കിയിട്ട് രാവിലെ പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ പോകുന്ന ആ വ്യക്തിയാണ് ജിമ്മ് ബോഡിയേക്കാൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ ശക്തൻ. അതിന്റെ അർത്ഥം ജിമ്മിന് പോകണ്ട എന്നല്ല. ജിമ്മിന് പോകുന്നതോടുകൂടി നിനക്ക് പള്ളിയിലേക്ക് പോകാനും സാധിക്കുന്നുണ്ടെങ്കിൽ നീയാണ് ഏറ്റവും വലിയ ശക്തൻ. അതല്ലാതെ വെറുതെ ജിമ്മ് കളിച്ച് ശരീരം പെരുപ്പിച്ച് വലിയ മസിലും കാണിച്ച് രാവിലെ കിടന്നുറങ്ങുകയും പള്ളിയിലേക്കൊന്നും പോകാനും നടക്കാനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്റെ ആ ശരീരം വെറും ഒട്ടപൂജ്യമാണ്. നീ ആർക്ക് വേണ്ടിയാണ് ശരീരം കൊഴുപ്പിക്കുന്നത്? ആരെ കാണിക്കാൻ വേണ്ടിയാണ് നീ ശരീരം ഉണ്ടാക്കുന്നത്? നിനക്ക് പുഴുക്കൾ കാത്തുകൊണ്ടിരിക്കുകയാണ് കബറിൽ നിന്റെ ആ ശരീരത്തെ തിന്നാൻ വേണ്ടിയിട്ട്. നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരമൊക്കെ മണ്ണായി പുഴുക്കൾക്ക് തിന്നാനുള്ളതാണ്. പക്ഷേ നിന്റെ ഇബാദത്തുകൾ, നിന്റെ റൂഹിന്റെ ഭക്ഷണം, നീ റൂഹിന് എത്രമാത്രം പ്രോട്ടീൻ കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ആ പ്രോട്ടീന്റെ പേരാണ് നിസ്കാരം, ജമാഅത്ത് നിസ്കാരം. രാവിലെ പള്ളിയിലേക്ക് പോകാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ റൂഹ് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പോവുക, നിന്റെ ശരീരം പോകുന്നില്ല. അതുകൊണ്ട് നിന്റെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ആ പ്രോട്ടീനേക്കാളും വില നിന്റെ റൂഹിൽ കൊടുക്കുന്ന പ്രോട്ടീൻ. അതാണ് നമ്മുടെ യഥാർത്ഥ ഉദ്ദേശമായിരിക്കണം. അതേപോലെ ഒരുപാട് ആൾക്കാർ ജിമ്മിന് പോകുന്നവിടെ മ്യൂസിക്കൊക്കെ കേട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. മഗ്‌രിബിന്റെ സമയമായി എന്നറിയുന്നില്ല. ചിലപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോഴായിരിക്കും ഇവൻ ജിമ്മ് കളിക്കുന്നത്. അള്ളാഹു പള്ളീൻ്റെ നിസ്കാരത്തിന്റെ ഓർമ്മയില്ല, നിസ്കാരം എത്ര വക്ത് പോലും എന്നറിയില്ല, പള്ളിക്കൂടം കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് ജിമ്മ് ബോഡികളുണ്ട്. നമ്മൾ ജിമ്മിനെ എതിർക്കുന്നല്ല, പക്ഷേ നമ്മുടെ ശരീരം നമ്മൾ എക്സർസൈസ് ചെയ്യുന്നതും നമ്മൾ നടക്കുന്നതും നമ്മുടെ ശരീരം എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാവണം. അപ്പോഴാണ് അത് വലിയൊരു ശുക്രാവുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ജിമ്മിനും പോകുന്നില്ല, അതുപോലെ തന്നെ വലിയ ശരീരമൊന്നുമില്ല, പക്ഷെ അവന് രാവിലെ എണിക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ, അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. രാവിലെ എണീറ്റ് പള്ളിക്ക് പോകാൻ തൗഫീഖ് കിട്ടുക എന്നുള്ളതാണ്. എത്ര ജിമ്മെടുത്താലും ഇനി എവിടെ പോയി നീ ഇനി എന്ത് എക്സർസൈസ് ചെയ്ത് ശരീരം കൊഴുപ്പിച്ചാലും നിനക്ക് കിട്ടാത്ത ഒരു മാനസിക സുഖം ഈ പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യൻ അള്ളാഹു ഇട്ട് കൊടുക്കും. അവന് ചിലപ്പോൾ ആയുസ്സും അള്ളാഹു അധികം കൊടുക്കും. ജിമ്മ് കളിച്ചിട്ട് അള്ളാഹിനെ മറക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അറ്റാക്ക് വരും. 40 വയസ്സിൽ അവൻ്റെ എല്ലാം കഴിയും. എത്ര മരണങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് പോലെ നമ്മൾ റൂഹിന് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിന് വേണ്ടിയാവണം. നമ്മൾ എന്തൊരു നിയത്ത്, എനിക്ക് ശരീരം യുവത്വം അള്ളാഹുവിന് വേണ്ടി ചെലവാക്കിയ ആൾക്കാർക്ക് നാളെ അർശിന്റെ തണലുണ്ട്. അപ്പോൾ അർശിന്റെ തണൽ കിട്ടണമെങ്കിൽ നമ്മളെ യുവത്വം, നമ്മൾ നിസ്കരിക്കുമ്പോൾ, നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ എല്ലാം കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖുമ്പോഴാണ് നമ്മളെ ശരീരത്തിന് സുജൂദ് ചെയ്യാനും മുട്ടുമടങ്ങാനും ഒരുപാട് സുന്നത്ത് നിസ്കരിക്കാൻ കഴിയുന്നത്. 45 വയസ്സ് 40 കഴിഞ്ഞാൽ പിന്നെ എത്ര പള്ളികളിൽ കസേരകൾ വരുന്നുണ്ട്, അവർക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ എത്ര മാനസിക വിഷമത്തിലാണ്. എനിക്ക് എൻ്റെ യുവത്വം സുജൂദ് ചെയ്യാതെ ഞാൻ എത്ര കളഞ്ഞു